CST പറഞ്ഞ സ്ഥലം കേട്ടാ. എല്ലാവരോടും ഞായറാഴ്ചയാണ്. ഞങ്ങളിപ്പോൾ ഇതൊരു 9:30 വീഡിയോ ആണിത്. ഇത് CST എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ്. ബോംബെൻ്റെ ഛത്രപതി ശിവാജി ടെർമിനൽസ് എന്ന് പറയും. VT റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബോംബെ ലാസ്റ്റ് വന്ന് അവസാനിക്കുന്ന സ്ഥലം അത്. കണ്ടില്ല നിങ്ങൾ? ഇവിടെ എൻ്റെ തെങ്ങുണ്ട്, കണ്ടില്ലേ? ഇതിന് വലിയ തെങ്ങത്തുനിന്ന് കയറാൻ വേണ്ടി വരും. അപ്പോൾ ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകണം. ഞാൻ ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. പിന്നെ ആ കാണുന്ന വെള്ളത ആ കൊടി കെട്ടിക്കിട്ട് അത് ഹജ്ജ് ഹൗസാണ്. കണ്ടില്ലേ? അത് ഹജ്ജ് ഹൗസാണ്. പിന്നെ ഇത് CST റെയിൽവേ സ്റ്റേഷന്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ അവിടെ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇതിവിടെ എൻ്റെ തെങ്ങാണ്. നിങ്ങളാരും ബോംബെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചക്കത്തെ വീഡിയോ. പിന്നെ എൻ്റെ കുട്ടികൾ വരുന്നുണ്ട് ക്രിസ്മസ് ആയിട്ട്. നല്ല നല്ല റെഡിമെയ്ഡ് സാധനങ്ങൾ എവിടെയൊക്കെ വില കുറവിന് കിട്ടണോ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നിങ്ങൾക്ക് നാട്ടിൽ വല്ല കച്ചവടം തുടങ്ങണം എന്നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കി സബ്സ്ക്രൈബ് ചെയ്തോളി. ചെരുപ്പിൻ്റെ കട എല്ലാ പണ്ടാറും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെതായ ഹോൾസെയിലിൻ്റെ കടകളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അവിടുത്തെ നമ്പറും നിങ്ങൾക്ക് ഞാൻ വാങ്ങിത്തരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു കുടുംബത്തിന് 10 രൂപ കിട്ടണ വലിയ വരുമാനം എന്നെക്കൊണ്ട് വലിയ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നൊന്ന് ഓർത്താൽ മതി. അല്ലാതെ നിങ്ങൾക്ക് ഒരു 10 രൂപ ഒന്നും വേണ്ട. ഇങ്ങനെ ഒരാളുണ്ടല്ലോ ഈ ബോംബെയിലെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിനാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണത്. ഞാൻ റോഡ് മുറിഞ്ഞെടുക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബും കിട്ടും മണ്ണാങ്കട്ടിയും കിട്ടും. അടുത്ത് അതിൻ്റെ ജീവിതമാർഗ്ഗത്തിനെടുത്താൽ ഇവിടെ തെങ്ങിൻ്റെ അടുത്ത് ഞാൻ ഇവിടെ പണിയെടുക്കാൻ വരാം. അതിൻ്റെ ഉള്ളിലത്തെ പാർക്കിത്തതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ ഒരുത്തരം ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ്. ഇനി നീട്ടി കൊണ്ടുപോകണില്ല. പിന്നെ റെഡിമെയ്ഡ് ഷോപ്പുണ്ട്, ഫാഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ജീൻസ് പാൻറ്റ് ഏതൊക്കെയുള്ള മോഡൽ കണ്ട് പോകാൻ നേരം കിട്ടും. ഞാൻ വരും. നിങ്ങൾ 10,000 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ബോംബെൻ്റെ എല്ലാ ഭാഗങ്ങളും യഥാർത്ഥ വില. അല്ലാതെ നിങ്ങളടുത്ത് വല്ല പൈസ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടോ ഞാൻ ഒന്നും ചെയ്യൂല കേട്ടോ. നിങ്ങളൊന്നും എനിക്ക് തരണ്ട. നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ കാണുമ്പോൾ എനിക്കോട് ഇറച്ചും പൊറാട്ടി വാങ്ങി തന്നാൽ മതി. അല്ലാതെ ഞാൻ ഈ തെങ്ങിൻ്റെ മുകളിൽ കൊത്തിപ്പിടിച്ച് ഈ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് എൻ്റെ കുടുംബം കഴിഞ്ഞ് പോകുന്നുണ്ട്. അൽഹംദുലില്ലാ. കയ്യിനും കാലിനും ആരോഗ്യം ആഫിയത്തും തരാൻ നിങ്ങൾ ദുആ ചെയ്താൽ മതി. അല്ലാതെ നിങ്ങളെ ₹1 എനിക്ക് വേണ്ട. ഞാൻ അധ്വാനിച്ചിട്ട് എൻ്റെ കുടുംബം നോക്കുകയാണെങ്കിൽ ഒരു 10 രൂപ കിട്ടുന്നുണ്ട്. ഇറ്റ് വീണ പൈസ ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് ഞാൻ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരാം. പതുക്കെ കാണിച്ചു തരുള്ളൂ. ഞാൻ നിങ്ങളെ മാതിരി ജോലിയുടെ ഭാഗമായിട്ട് ജീവിതം കുടുംബം കഴിഞ്ഞില്ല. യൂട്യൂബിൽ നിന്ന് വല്ലതും കിട്ടിയില്ല, ഇതൊന്നും കിട്ടിയില്ല. യൂട്യൂബിൽ നിന്ന് കിട്ടുമ്പോൾ അതും പറയണ്ട. എന്നോട് യൂട്യൂബ് ചാനൽ അടിച്ചു പോകത്ര. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത് പറയാൻ പാടില്ല. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ യൂട്യൂബുകാർ അത് എന്ത് പണ്ടാറായാലും മടിയില്ല. എനിക്ക് വല്ലതും കിട്ടിയിൽ തുടങ്ങിയാൽ ഞാൻ പറയണ്ടേ. പക്ഷേ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തോളി. ബോംബെൻ്റെ എല്ലാ ഭാഗം എൻ്റെ കുട്ടികൾ വരണ്ട. ഓക്കെ, ഞങ്ങൾ ഞായറാഴ്ച കടറ തന്നെ വരുമ്പോൾ ഒന്ന് വണ്ടി സൈഡാക്കിയതാ. സംസുക്ക, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടണമെന്ന് പ്ലീസ്. തകർക്കാൻ കാളിടും എൻ പാപം. നിങ്ങൾ പാടുവോ? ഉറപ്പാ? ആയിക്കോട്ടെ. അപ്പം നിങ്ങൾ പാടണട്ടാ. കരയൊക്കെ എടുത്തുതരാം. മാഷാ അല്ലാ. കേൾക്കാൻ കൊതി കൊണ്ടാ, കാണാൻ ആഗ്രഹം കൊണ്ടും. തകർത്താളിടണം എൻ പാപമല്ലാ, ശുഭസ്തുതിദാതുയ സ്ഥാനത്തിലല്ലാ. പകൽ രാവിൽ പുകയ അർഹനല്ലാ, പ്രതിഫല നാളി യജമാനൻ നീയല്ലാ. മാഷാ അല്ലാ, മാഷാ അല്ലാ. മകൾ സ്നേഹം കൊതിക്കുന്നാദിമഞ്ഞാൻ, മകൾ സ്നേഹം കൊതിക്കുന്നാദിമഞ്ഞാൻ, മിക മോശം ചൊരിഞ്ഞിടേണമല്ലാ. തകർ കാളിടണം എൻ പാപമല്ലാ, ശുഭസ്തുതിദാരുയ സ്ഥാനത്തിലല്ലാ.
തെങ്ങി കയറി വരികയാണല്ല മനസ്സിന് സമാധാനവും സന്തോഷവും. സഭാ സൃഷ്ടിക്ക ജമാല ജലാലേ, സഭാ സൃഷ്ടിക്ക ജമാല ജലാലേ, സുബ്ഹാനേ ജയം വാഴ്ത്തേണമല്ലാ. തകർക്കാലിടണം എൻ പാപമല്ലാ, ശുഭസ്ഥിതിതാതുയർത്താനത്തിലല്ലാ. ഞങ്ങൾ കിടക്കി പാടും. ഞങ്ങൾക്ക് മനസ്സിന് വിഷമം വരുമ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്യും, പാടും, ആഘോഷിക്കും. എന്നാലും മറ്റുള്ളവൻ്റെ പണം